വാർത്തകളിലേക്ക് കടക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് കരതൊട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വൈകിട്ട് 5:30 പുതുച്ചേരിയിലാണ് കാറ്റ് കരതൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ വിമാനത്താവളം പുലർച്ചെ 4 മണി വരെ അടച്ചു. വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു. നമിത, ഇപ്പോൾ എങ്ങനെയാണ് കര തൊട്ടിരിക്കുന്നു? എത്തരത്തിലാണ് ഇപ്പോൾ ഉള്ള ആഘാതം? കാളിദാസ്, ഇന്ന് വൈകിട്ട് 5:30 പുതുച്ചേരിയിൽ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ചേക്കാവുന്ന കാറ്റായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് ആദ്യം മുതൽക്ക് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. അതിന് പ്രകാരം തന്നെ മണിക്കൂറിൽ ഇപ്പോൾ ഏകദേശം 80 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റാണ് കരതൊട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന 3 മണിക്കൂർ വളരെ നിർണായകമാണ്. ഈ 3 മണിക്കൂറിൽ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. ചെന്നൈ അടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ രീതിയിൽ മഴയുണ്ട്. വളരെ ശക്തമായ ഒരു മഴ തന്നെയാണ് ചെന്നൈ അടക്കമുള്ള മേഖലകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇനി വരും മണിക്കൂറിൽ ഒരുപക്ഷെ മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുപോലെ തന്നെ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. ചെന്നൈ വിമാനത്താവളം നാളെ പുലർച്ചെ 4 മണി വരെ അടച്ചിടുമെന്നൊരു അറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. 100ഓളം വിമാനങ്ങൾ തുടരുക. എന്തായാലും നമ്മളോടൊപ്പം ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വീട്ടമ്മയുണ്ട്, എഴുത്തുകാരി കൂടിയാണ് PR ദേവി, നമ്മളോടൊപ്പം ചേരുന്നു. PR ദേവി, എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ മഴ തുടരുന്നത്? വലിയ രീതിയിലുള്ള ആഘാതങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പം നിലവിൽ മഴ ഇല്ല, കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് ഇങ്ങനെ ചുറ്റിപ്പറ്റി വീശിക്കൊണ്ട് ഏത് നിമിഷവും ശക്തി പ്രാപിക്കും എന്നുള്ളൊരു പോലെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മഴ ഇപ്പൊ അങ്ങനെയല്ല, പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു. കാലത്തൊക്കെ നല്ല മഴയായിരുന്നു, ശക്തമായ മഴ. പല സ്ഥലത്തും വെള്ളക്കെട്ടൊക്കെ ആയിട്ട് എല്ലാവരും വണ്ടികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്തി സജ്ജമായിട്ട് ഇരിക്കുകയാണ്, എന്തും നേരിടാനുള്ള ഒരു ഇതോട് കൂടിയിട്ട്. അങ്ങനെയാണ് നിലവിലെ കണ്ടീഷൻ. താങ്കളും കുടുംബവും സുരക്ഷിത സ്ഥാനത്ത് തന്നെയാണല്ലോ അല്ലേ? അതെ, സുരക്ഷിത സ്ഥാനത്താണ്. ഇവിടെ വലിയ പ്രശ്നമില്ല. ഇനി പക്ഷെ മഴേനെയാണ് പേടി. മഴ പെയ്താലാണ് പ്രശ്നം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം അതിന്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട് ഉള്ളില്. അപ്പം ഈ ഒരു മുന്നറിയിപ്പ് നേരത്തെ വന്ന സമയത്ത് എങ്ങനെയാണ് അതിനൊരു തയ്യാറെടുപ്പ് എന്താണ് എടുത്തിരുന്നത്? തയ്യാറെടുപ്പ് നമ്മള് ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കഴിഞ്ഞ കൊല്ലം വെള്ളപ്പൊക്കം വന്നു, അങ്ങനെ അതിന്റെ മുന്നേ വർദ്ധ അങ്ങനത്തെ ഓരോ സമയത്ത് ഞങ്ങള് ഇതേപോലെയൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കും, പിന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വെക്കും. വണ്ടി ഉള്ളത് കുറച്ച് ദൂരത്തേക്ക് ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വീട്ടിലും ഇതേപോലെയൊക്കെ ഇങ്ങനത്തെ ഇത്തരം തയ്യാറെടുപ്പൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. എന്നാലും ചില വീട്ടിലൊക്കെ ചില ഏരിയകളിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പം 3 പമ്പൊക്കെ വെച്ചിട്ട് മോട്ടറൊക്കെ വെച്ചിട്ടാണ് വെള്ളം പുറത്തേക്ക് അടിച്ച് ഇതാക്കണത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ദേവി മുൻപ് ഉണ്ടായ സമയങ്ങളിലും പെട്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അത് പെട്ടെന്ന് തന്നെ അതിന്റെ ആഘാതങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ തുടർന്നുള്ള നടപടികളൊക്കെ സാധാരണ വേഗത്തിൽ തന്നെയാണ് അവിടെ എപ്പോഴും ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ അതിനൊരു കാലതാമസമൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇതിന് ശേഷം മുൻപ് നടന്നിരുന്ന സംഭവങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ICFന്റെ ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ അവരത് വേണ്ട വിധത്തിലൊക്കെ നോക്കിയും കണ്ടും ചെയ്യാറുണ്ട്. അപ്പം വലിയൊരു അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് എത്ര മണി അല്ലെങ്കിൽ എത്ര സമയം വരെ തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്? ചെന്നൈ വാസികളെ, നിങ്ങളടക്കമുള്ള ചെന്നൈ വാസികളെ അറിയിച്ചിരിക്കുന്നത്? ഈ കടന്ന് മഹാബലിപുരം ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതുവരെ ആ ഭീതിന്റെ നിഴലിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണത് അത്ര നേരം. തീർച്ചയായും എന്തായാലും ഒരു ഭീതിയിലാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിട്ടല്ല പുറത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ എത്രയോ പാവപ്പെട്ട ജനങ്ങളൊക്കെ കഴിയുന്നുണ്ടല്ലോ. അവരൊക്കെ പറ്റിയിട്ടാണ് നമ്മളെ ഉള്ളിൽ ആദ്യമുള്ളത്. ഞങ്ങളിവിടെ സുരക്ഷിതരാണ്. പക്ഷെ അതേപോലെ കുറെ ജീവിതങ്ങളും പുറത്ത് ഞാൻ ഇപ്പം വീട്ടമ്മയാണ്, വീടിന്റെ അകത്തുള്ള നോക്കിയാൽ മതി. പക്ഷെ പുറത്ത് ദൂരം, എന്റെ കണ്ണെത്താത്ത ദൂരത്ത് എത്രയോ ദൂരത്ത് ഓരോരുത്തരും എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വല്ലാത്തൊരു പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സഹജീവികളെ പറ്റിയിട്ട് ചിന്തിക്കണല്ലോ.
ഞാനും എന്റെ ഭർത്താവിന്റെ മകൻ ഞങ്ങൾ മൂന്നാർ ഈ വീട്. അതെ, കുടുംബം ഒപ്പം ഉണ്ട്. അപ്പൊ കുടുംബം ഭർത്താവാണെങ്കിലും അല്ലെങ്കിൽ മകനാണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല. എത്ര ദിവസത്തേക്കാണ് അവർക്ക് ജോലി അവധിയൊക്കെ ഉണ്ടോ, അതോ വീട്ടിൽ നിന്ന് തന്നെ തുടരുകയാണോ? അല്ല, ഹസ്ബൻഡ് ICF ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം രാവിലെ പോയിട്ട് ജോലി ചെയ്തിട്ടാണ് വന്നത്. പിന്നെ കനത്ത മഴയപ്പോ അവിടെ നിൽക്കാൻ പറ്റാഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് പോന്നു. മകൻ PhD സ്കോളറാണ്. അവനെ ഒന്നിപ്പം നിവർത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ല. കാരണം നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയ. ഞങ്ങളുടെ ഈ ക്വാർട്ടേഴ്സിൽ തന്നെ നിറയെ മരങ്ങളാണ്. അപ്പം രാവിലത്തെ ആ കാറ്റിൽ തന്നെ മരങ്ങളൊക്കെ വീണ് താഴത്തേക്ക് വീഴുന്നത് കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പം ഇനി കാറ്റ് ശക്തമാകുമ്പം ഈ മരങ്ങൾ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് കാരണം മോനെ ഇന്ന് പറഞ്ഞയച്ചു പോയിട്ടില്ല കോളേജിലേക്ക്. നാളെ സൺഡേ ആണല്ലോ, അപ്പൊ നാളെ പോണ്ട. അങ്ങനെ ഒരു സമാധാനത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഓരോരുത്തരും എന്താ പറയാ, ഞങ്ങൾക്ക് സമാധാനം എന്ന് പറയും പുറത്തുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ സമാധാനം ഇല്ല. തീർച്ചയായും സഹാനുഭൂതി തീർച്ചയായും വേണ്ടതാണ്. കാരണം മറ്റുള്ള മനുഷ്യരോടും കൂടിയുള്ള ഒരു അനുകമ്പ തീർച്ചയായും ഈ ഒരു സമയങ്ങളിലാണ് നമ്മൾ മാനുഷികമായി പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ആ ഒരു ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു കെട്ടിട സമുച്ചയങ്ങളിലും നിരവധി മലയാളികൾ ഉണ്ടാവും അല്ലേ? മലയാളികളല്ല, ഞങ്ങളെ തമിഴ് ആൾക്കാരുണ്ട്, ഹിന്ദി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും മനുഷ്യരാണല്ലോ. തീർച്ചയായും എന്തായാലും മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ അതെ, എല്ലാവരും സുരക്ഷിതരാണ്. ഞാൻ ചോദിച്ചതിന്റെ ഒരു പൊരുളെന്ന് പറയുന്നത് കൂടുതൽ മലയാളികൾ ഉള്ളൊരു ഏരിയ ആണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രദേശമാണോ എന്നറിയാൻ കൂടിയാണ് ചോദിച്ചത്. എന്തായാലും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഏറെ നന്ദി ശ്രീദേവി എന്തായാലും പ്രതികരിച്ചതിൽ. കാരണം ചെന്നൈയിൽ നിന്നും ഈ ഒരു ഘട്ടത്തിലും നമുക്ക് കൃത്യമായി കേരള വിഷൻ ന്യൂസിനോട് ഈ ഒരു വിവരം പങ്കുവച്ചതിൽ, ഒരു ചെന്നൈ നിവാസി എന്നുള്ളതിൽ കൃത്യമായൊരു വിവരം പങ്കുവെച്ച് കിട്ടേണ്ടത് എന്തായാലും ഒരു അനിവാര്യമായിരുന്നു. കാരണം ഈ ഒരു ചുഴലിക്കാറ്റ് എങ്ങനെയാണ് അവിടെ നിങ്ങളെ പോലെയുള്ള സ്ഥിരം താമസമാക്കിയ ആൾക്കാരെ ബാധിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി അറിയേണ്ടത് അനിവാര്യമായിരുന്നു. എന്തായാലും വളരെയധികം നന്ദി. എന്തായാലും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരി കൂടിയായ വീട്ടമ്മയായ PR ദേവിയാണ് പ്രതികരിച്ചത്. എന്തായാലും അവർ നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ ആഘാതങ്ങളൊന്നും ഇല്ല. എന്നാലും വിവിധ ഭാഗങ്ങളിൽ ആഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അധികൃതർ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമിതയുണ്ട് നമ്മളോടൊപ്പം. നമിത, തുടരാം. ദേവി സൂചിപ്പിച്ചതുപോലെ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലം ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഉടനടി തന്നെ വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമാണ്. നിലവിൽ മണിക്കൂറുകളായി അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളം പൊങ്ങി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല നഗരങ്ങളും, ചെന്നൈയിലെ പല നഗരങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ ചെന്നൈയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വിമാനത്താവളം നാളെ രാവിലെ വരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ രാവിലെ വരെ വിമാനത്താവളം അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ ഗതാഗതം, പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട ട്രെയിൻ ഗതാഗതങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ റോഡ് ഗതാഗതം പല മഹാബലിപുരത്തേക്ക്, പ്രധാനമായും മഹാബലിപുരത്തേക്ക് പോകേണ്ട വാഹനങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പൊതുവെ ആളുകളോട് വളരെ വലിയ രീതിയിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആളുകളോട് പുറത്തിറങ്ങരുത്, അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2000-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ 300-ലധികം വരുന്ന ക്യാമ്പുകളും ചെന്നൈ നഗരത്തിൽ തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കോർപ്പറേഷനിലടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടനടി തന്നെ വിളിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ പുതുച്ചേരി ഭാഗത്താണ് ഇപ്പോൾ കര തൊട്ടിരിക്കുന്നതെങ്കിലും അധികം വൈകാതെ തന്നെ മഹാബലിപുരത്തേക്ക്, കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ഫിൻജാൽ ചുഴലിക്കാറ്റ് കര തൊടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 80 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കര തൊട്ടിരിക്കുന്നതെങ്കിലും വരാനിരിക്കുന്ന 2-3 മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ്. ഈ മണിക്കൂറുകളിൽ ഒരുപക്ഷെ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമാണ്, ചെന്നൈയിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചതായുള്ളൊരു വിവരം കൂടി പുറത്തെത്തുന്നുണ്ട്. ഈ ഈ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ കനത്ത മഴയുണ്ടായിരുന്നു. പല മരങ്ങളും കടപുഴകി വീണിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചു എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്. കാളിദാസ്.
ശരി നമിത. എന്തായാലും വലിയ രീതിയിൽ ഉള്ള നാശനഷ്ടത്തിന് സാധ്യതയുണ്ട്. മുന്നറിയിപ്പുകളെല്ലാം കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നമിത നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതേപോലെ തന്നെ ചെന്നൈയിൽ നിന്നുള്ള വീട്ടമ്മയായിട്ടുള്ള എഴുത്തുകാരി PR ദേവിയും നമ്മളോടൊപ്പം ചേർന്ന് കൃത്യമായ വിവരങ്ങൾ ചെന്നൈയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ താൻ താമസിക്കുന്ന ആ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് സ്ഥിതിഗതികൾ, അതേപോലെ തന്നെ തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പ്, തങ്ങൾ എടുത്തിരിക്കുന്ന തയ്യാറെടുപ്പുകൾ എല്ലാം കൃത്യമായി വിവരിച്ച് നൽകിയത്. എന്നാലും മറ്റു വാർത്തകളിലേക്കും കൂടെ പോകുമ്പോൾ, ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 2, 3 തീയതികളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 2-ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ഡിസംബർ 3-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്.